നെഫ്രൈറ്റിസ്, യുറീമിയ തുടങ്ങിയ രോഗങ്ങൾ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് കേട്ടോ. അതുപോലെ റീനൽ കോലിക്, വൃക്കയിലെ കല്ലാണ് റീനൽ കോലിക്, അതും എന്തുമായിട്ട് വൃക്കയുമായി ബന്ധപ്പെട്ട രോഗമാണ്. അതുപോലെ തന്നെ സിറോസിസ് എന്ന രോഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കരളുമായി ബന്ധപ്പെട്ട രോഗമാണ് സിറോസിസ്. മദ്യപാനികളിലാണ് സിറോസിസ് രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ രാസപരീക്ഷണശാല, മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. അതുപോലെ തന്നെ പ്ലേഗ്, ക്ഷയം എന്നിവ ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. അതുപോലെ ശംഖുവരയൻ്റെ വിഷം ബാധിക്കുന്ന ശരീരഭാഗവും ഏത് തന്നെയാണ്? ശ്വാസകോശം തന്നെയാണ്. അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനുണ്ടാകുന്ന അണുബാധയാണെന്ത്? മെനിഞ്ചൈറ്റിസ്, അല്ലെങ്കിൽ തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗമാണ് മെനിഞ്ചൈറ്റിസ്. അതുപോലെ മൂർഖൻ്റെ വിഷം ബാധിക്കുന്നത് എന്തിനെയാണ്? തലച്ചോറിനെയാണ്. അതുപോലെ അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീരഭാഗമെന്ന് പറഞ്ഞാൽ അത് വൃക്കകളെയാണ്. വൃക്കകളെയാണ്. അതുപോലെ തന്നെ ആപസ്മാരം ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയാണ്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന ശരീരഭാഗം എന്താണ്? അതൊന്നു തന്നെയാണ്, നാഡീവ്യവസ്ഥയാണ്. കുഷ്ഠം ബാധിക്കുന്ന ശരീരഭാഗം അതൊന്നു തന്നെയാണ്, നാഡീവ്യവസ്ഥയാണ് കുഷ്ഠം ബാധിക്കുന്നത്. അതുപോലെ ക്യാൻസർ ബാധിക്കുന്ന ശരീരഭാഗം, ക്യാൻസർ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും. ഒരു ശരീരത്തിലെ ഒരവയവം ഒഴിച്ച് എല്ലാ അവയവങ്ങളെയും ക്യാൻസർ ബാധിക്കും കേട്ടോ. അപ്പോൾ മനുഷ്യരിൽ ക്യാൻസർ ബാധിക്കാത്ത ഏക അവയവം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഹൃദയമാണ്. ഹൃദയമാണ് കേട്ടോ. അതുപോലെ തന്നെ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗമാണ് ഡയബറ്റീസ്. ഡയബറ്റീസ്. അതുപോലെ എയ്ഡ്സ് ബാധിക്കുന്ന ശരീരഭാഗം, നമ്മുടെ ശരീരത്തിൻ്റെ എയ്ഡ്സ് ബാധിക്കുന്നത് എവിടെയാണ്? രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കും. രോഗപ്രതിരോധ സംവിധാനത്തെയാണ് എന്ത് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗം ബാധിക്കുന്നത്. കോവിഡ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശമാണ്.